Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഒപ്റ്റിക്കൽ ലൈറ്റ് സിസ്റ്റംസ്, ലൈറ്റ് സിഗ്നൽസ് ഏത് റേഞ്ചിനകത്ത് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുകയുണ്ടായി. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ലൈറ്റാണ് ഇൻഫർമേഷൻ സിഗ്നൽ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കരിയർ സിഗ്നൽ. സാധാരണ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് സിഗ്നൽസ് ആണ്. പക്ഷേ അത്തരത്തിലുള്ള സിഗ്നലിൽ നിന്ന് എന്ത് പ്രത്യേകതകളാണ് ഒരു ലൈറ്റ് സിഗ്നലിനുള്ളത്? എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവണമെങ്കിലോ, അപ്പോഴാണല്ലോ നമ്മൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലൈറ്റ് സിഗ്നൽസിനെ ഇൻഫർമേഷൻ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടി കരിയർ സിഗ്നലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, മൈക്രോവേവ് സിഗ്നൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോവേവ് സിഗ്നൽസിനേക്കാൾ ലൈറ്റ് സിഗ്നലിന് ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. മൈക്രോവേവ് സിഗ്നലിന് 1 GHz റേഞ്ചിലാണ്, അറൌണ്ട് 1 GHz റേഞ്ചിലാണ് മൈക്രോവേവ് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി വരുന്നത്. എന്നാൽ ലൈറ്റ് സിഗ്നൽ ആകുമ്പോഴത്തേക്കും അത് 100 THz റേഞ്ചിലോട്ട് വരുന്നു. അപ്പൊ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി റേഞ്ച് കൂടുതലാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി റേഞ്ച് കൂടുതലാണെങ്കിൽ, ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ഫ്രീക്വൻസീസ്, അതാണ് ബാൻഡ് വിഡ്ത്ത്. ഫ്രീക്വൻസി റേഞ്ചിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് ബാൻഡ് വിഡ്ത്ത് ലൈറ്റ് സിഗ്നൽസിന് കൂടുതലാണ് ദാൻ മൈക്രോവേവ് സിഗ്നൽസ്. ഇനി ബാൻഡ് വിഡ്ത്ത് ആവുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? എന്താണ് ആക്ച്വലി ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോ പ്രോസസർ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോസസറിന്റെ ബാൻഡ് വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ബസ് യൂണിറ്റിലൂടെ അറ്റ് എ ടൈം എത്ര സിഗ്നലിന് പാസ് ചെയ്യാം, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ലൈറ്റ് ഉപയോഗിച്ചിട്ട് അറ്റ് എ ടൈം നമുക്ക് എത്ര സിഗ്നൽസിനെ പാസ് ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. ഒരു ക്ലാസ് റൂമിനകത്ത് 100 പേരുണ്ടെങ്കിൽ, ഒരു ക്ലാസ് റൂമാണ്. ഒരു ക്ലാസ് റൂമിനകത്ത് 100 പേരുണ്ട്, 100 സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിന് എല്ലാവർക്കും പുറത്തു പോകാൻ വേണ്ടി ഒരു ഡോർ ഇവിടെ ഉണ്ട്. ഒരൊറ്റ ഡോറേ ഉള്ളൂ. അറ്റ് എ ടൈം ഇതിലൂടെ 3 പേർക്കാണ് കടന്നു പോകാൻ പറ്റുന്നത് വിചാരിക്കുക. ഒരേ സമയം 3 പേർക്കാണ് പുറത്തോട്ടോ അല്ലെങ്കിൽ ഉള്ളിലോട്ടോ കയറാൻ പറ്റുള്ളൂ. സപ്പോസ് 3 പേര് പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഈ 100 പേർക്കും കൂടെ പുറത്തോട്ട് വരാൻ വേണ്ടി കുറെ സമയം എടുക്കും. കാരണം അറ്റ് എ ടൈം 3 ആൾക്കെ പുറത്തിറക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഇനി അതേസമയം അറ്റ് എ ടൈം ഇത് ഒരു 20 പേർക്ക് അറ്റ് എ ടൈം പുറത്തോട്ട് വരാൻ പറ്റുന്ന തരത്തിൽ വിൻഡോകൾ ഇതിന് ഈ ഒരു ക്ലാസ് റൂമിന് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു 3 പേര്, അതുപോലെ ഇവിടെ ഒരു 10 പേര്, ഈ സൈഡിലോട്ട് ഒരു 10 പേര്, അങ്ങനെയൊക്കെ ഒരുപാട് വിൻഡോകൾ ഉണ്ട്. എത്ര പേർക്കും വളരെ പെട്ടെന്ന് വരാനും പോകാനും പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ
കൂടുതൽ ഡാറ്റകൾക്ക് ഇങ്ങോട്ട് വരാനും പുറത്തോട്ട് പോകാനും വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പൊ അതാണ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. എത്രത്തോളം ഡാറ്റകൾക്ക് വരാൻ കഴിയുന്നു, പോകാൻ കഴിയുന്നു, അതിന്റെ ഒരു എമൗണ്ട്, അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് സിഗ്നൽസിന്റെ കേസിലോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിന്റെ കൗണ്ട് കൂടുതലായിരിക്കും. അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. കൂടുതൽ സിഗ്നൽസിനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കരിയർ ഏതാണോ ആ സിഗ്നൽ തന്നെയാണല്ലോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് പറയാം ലൈറ്റ് സിഗ്നൽസിന് ഹയർ ബിറ്റ് റേറ്റ് ആണെന്ന് പറയാം. ഹയർ ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവേവിന്റെ കേസിൽ 0.2 ജിഗാബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡിൽ 0.2 ജിഗാബൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് പെർ സെക്കൻഡിൽ. അതേസമയം അത് ലൈറ്റിലോട്ട് വരുമ്പോൾ പെർ സെക്കൻഡിൽ 1 ടെറാബൈറ്റ് സിഗ്നൽസ് പാസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ 5G യുഗത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടതൊന്നും തന്നെയാണ്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ വീഡിയോ സെൻഡ് ചെയ്യാനും വീഡിയോ കോൺഫറൻസസ് വളരെ ക്വാളിറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യാനും ഇതിനൊക്കെ ഹയർ ബിറ്റ് റേറ്റ്സ് വളരെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈറ്റ് സിഗ്നൽസിനെ കരിയർ സിഗ്നലായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലൈറ്റ് സിഗ്നൽസിന് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒരു സിഗ്നലിന് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻഫോർമേഷൻ ലോസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇൻഫോർമേഷൻ ലോസ് ഉണ്ടാവില്ല. ലോസ് ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ മൈക്രോവേവിനെ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ലൈറ്റ് സിഗ്നലിനെ കരിയർ സിഗ്നലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലൈറ്റ് സിഗ്നൽസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ ഷോർട്ട് ഡിസ്റ്റൻസ് ആവട്ടെ, ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ട്വിസ്റ്റഡ് പെയർ. ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ രണ്ട് വയറുകൾ ഇങ്ങനെ ഇതുപോലെ ചുരുട്ടിയിട്ടുള്ള സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ഷൻ, സപ്പോസ് 230 വോൾട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് പാസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വയർഡ് കേബിൾ, സാധാ വയർ. അതുപോലെ അതിലൂടെ നമുക്ക് സിഗ്നൽസിനെ പാസ് ചെയ്യാം. ഇത് കോപ്പർ ആയിരിക്കും. കോപ്പർ കേബിളിലൂടെ ആയിരിക്കും കോപ്പർ കേബിളുകളാണ് ഈ ട്വിസ്റ്റഡ് പെയറിൽ ഉപയോഗിക്കുന്നത്. ടെലിഫോൺ ലൈൻസ് ഒക്കെ അതിന് ഉദാഹരണമാണ്. അതുകൊണ്ടുള്ള അതിന്റെ ഫീച്ചർ എന്താണ്? ലോ ഡാറ്റ റേറ്റ് ആണ്. കൂടുതൽ സിഗ്നൽസ് ഒന്നും അറ്റ് എ ടൈം നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറഞ്ഞ സിഗ്നൽസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, രണ്ടാമത് കോയാക്സിയൽ കേബിൾസ്. കോയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന രൂപത്തില് റൗണ്ടില് അതിന്റെ പുറംഭാഗത്ത് പോസിറ്റീവ്, സെൻട്രലില് നെഗറ്റീവ്, അത് കണക്ഷൻ തിരിച്ചു വരാറുണ്ട്. ഇവിടെ ഒരു പോൾ ഇവിടെ വരും, ഏതാ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇവിടെയും ഒരു പോൾ വരും, ഏതാ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മുടെ ടെലിവിഷന്റെ കേബിൾ കണ്ടില്ല, ടെലിവിഷൻ കേബിൾ, കറുപ്പ് നിറത്തിലുള്ള ടെലിവിഷൻ കേബിൾ, നമ്മളത് തിരിച്ച് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ടെലിവിഷൻ കേബിൾ.
ടെലിവിഷൻ കേബിൾ ഒരു കോയാക്സിയൽ കേബിൾ ആണ്. അതിന് നേരത്തെ പറഞ്ഞ ട്വിസ്റ്റഡ് പെയറിനേക്കാളും ബാൻഡ് വിഡ്ത്ത് കുറച്ചുകൂടെ കൂടുതലാണ്. ഹയർ ബിറ്റ് റേറ്റ് വരുന്നുണ്ട്. ഒരു Mbps മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് റേറ്റിലോട്ടൊക്കെ അത് ബിറ്റ് റേറ്റ് വരുന്നുണ്ട്. ഇത് വളരെ കുറവാണ്. ഈ ഒരു കോയാക്സിയൽ കേബിൾ തന്നെയാണ് നമ്മൾ ലാൻ കണക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു ഓഫീസിനകത്ത് ഒരുപാട് സിസ്റ്റം, പ്രിന്റർ ഇതെല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കോയാക്സിയൽ കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമത് മൈക്രോവേവ് ലിങ്ക്. അതൊന്നുകൂടെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലോട്ട് ആന്റിനകൾ വെച്ചിട്ട് ഇവിടുന്ന് ഒരു ട്രാൻസ്മിറ്റർ ആന്റിന, ഇതൊരു ട്രാൻസ്മിറ്റർ ആന്റിന, ഇതൊരു റിസീവർ ആന്റിന. ഇവിടുന്ന് ഇൻഫോർമേഷൻ സിഗ്നൽസ് ട്രാൻസ്മിറ്റർ ആന്റിനയിൽ നിന്നും റിസീവർ ആന്റിനയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട്. അതിന് നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസിലോട്ട് സിഗ്നൽസിന് എത്തിക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിന് ലാർജ് ബാൻഡ് വിഡ്ത്ത് ആണ്. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. കാരണം എന്താണ്? ഇവിടെ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് സിഗ്നൽസിന് ബാൻഡ് വിഡ്ത്ത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ദെൻ ഫോർത്ത് മെത്തേഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റിനയും ട്രാൻസ്മിറ്റർ റിസീവറും ഉണ്ടാവും. പക്ഷെ ഒന്നും കൂടെ ഡിസ്റ്റൻസ്, ഇതിനേക്കാൾ ഡിസ്റ്റൻസിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ സാറ്റലൈറ്റ് യൂസ് ചെയ്യണം. അപ്പൊ ട്രാൻസ്മിറ്റർ ആന്റിനയിൽ നിന്ന് സിഗ്നൽസ് സാറ്റലൈറ്റിലോട്ടാണ് പോകുന്നത്. ദെൻ സാറ്റലൈറ്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് റിസീവർ ആന്റിനയിലോട്ട് വരുന്നു. സപ്പോസ് ഇത് ട്രാൻസ്മിറ്റർ ആന്റിന, ഇവിടെയാണ് റിസീവർ ആന്റിന, എർത്ത്. ഈ ഒരു കേസിൽ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. കാരണം ട്രാൻസ്മിറ്റർ ആന്റിനയിലുള്ള സിഗ്നൽ ഒരിക്കലും അത് ഡയറക്റ്റ് ഇങ്ങനെ പോയുള്ളൂ, ലൈൻ ഓഫ് കോണ്ടാക്റ്റിൽ അത് ബെൻഡ് ചെയ്യൂല, റിസീവർ ആന്റിനയിലോട്ട് ഒരിക്കലും എത്തൂല. അപ്പൊ ഈ കേസിൽ നമുക്ക് സാറ്റലൈറ്റിലോട്ട് സിഗ്നൽസ് കൊടുത്തിട്ട് സാറ്റലൈറ്റ് ഈ റിസീവർ ആന്റിനയിലോട്ട് കൈമാറണം. ഇതിന് ബാൻഡ് വിഡ്ത്ത് കുറച്ചുകൂടെ കൂടുതലാണ്. നേരത്തെ കമ്പയർ ചെയ്തതിനേക്കാൾ ബാൻഡ് വിഡ്ത്ത് ഏറ്റവും കൂടുതലാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസ് ആണ്, റേഡിയോ വേവ്സിന് മൈക്രോവേവ് സിഗ്നൽസിനേക്കാളും ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഫ്രീക്വൻസി കുറവാണ്. ഓക്കെ, അപ്പോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ട്വിസ്റ്റഡ് പെയർ കമ്മ്യൂണിക്കേഷൻ, കോയാക്സിയൽ കേബിൾ, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ വേവ്സ്, ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നിലവിൽ ആൾട്ടർനേറ്റീവ് ടു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഫിഫ്ത് വൺ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിനകത്തൊക്കെ മുകളിൽ പറഞ്ഞ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനേക്കാളും ബാൻഡ് വിഡ്ത്ത് കൂടിയ ഹയർ ബിറ്റ് റേറ്റ് ഉള്ള ലോങ് ഡിസ്റ്റൻസിലോട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാക്കിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ സിഗ്നൽ പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ലൈറ്റ് യൂസ് ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് ആണ് യൂസ് ചെയ്യുക. മൈക്രോവേവ് സിഗ്നൽ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് റേഡിയോ വേവ്സ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനകത്ത് ലൈറ്റ് യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് വരിക? ഇതിനേക്കാളെല്ലാം തേർഡ് മെത്തേഡ്, ഫോർത്ത് മെത്തേഡ്, ഇതിനേക്കാളെല്ലാം കൂടുതൽ ഡാറ്റകൾ സിഗ്നൽ ലോസ് ചെയ്യാതെ പാസ് ചെയ്യാൻ പറ്റുന്നത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനകത്താണ്. ഓക്കെ, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഇതിനെ കുറിച്ചാണ് നമ്മുടെ സബ്ജക്ട്. ഇനി ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ എന്തൊക്കെ മെത്തേഡുകൾ, എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഏത്
തരത്തിലുള്ള കേബിളുകളാണ് ഉപയോഗിക്കുന്നത്, ആ കേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതാണ് ഇനി നമ്മൾ ത്രൂ ഔട്ട് ഈ സിലബസിനകത്ത് നമ്മൾ പഠിക്കുന്നത്.